ഹായ് ഹലോ നമസ്കാരം. പേജ്3 അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സോഷ്യലിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ്. നമ്മൾ സയൻസിൻ്റെയൊക്കെ നമ്മൾ തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ സോഷ്യലാണ്. അതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ളതും ചെറുമുടി ചെറുക്കാനും അങ്ങനെ എല്ലാം ഉണ്ട്. ഒരുപാട് കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് എഴുതി കിട്ടും. 10 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളെങ്കിലും ഒരുപാട് വിസ്താരമായിട്ടുള്ള പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ 10 ചോദ്യങ്ങൾ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഇതിൻ്റെ അവസാനം എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഒപ്പം നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അറിയാലോ, നിങ്ങളുടെ ഹാൾ ടിക്കറ്റൊക്കെ യു പിക്കാർക്ക് വന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ 6-ാം തീയതി എക്സാമാണ്. നല്ല രീതിയിൽ എക്സാം എഴുതുക. ഇതൊരു മോഡൽ എക്സാം, ഒരു മോക്ക് ടെസ്റ്റായിട്ട് കരുതുക. ഒരു എക്സ്ട്രാ സപ്പോർട്ടായിട്ട് കണ്ടാൽ മതി. ടെൻഷൻ അടിക്കേണ്ട. ടെൻഷൻ ഇല്ലാതെ പോയിട്ട് എന്ത് ചെയ്യുക, പരീക്ഷ എഴുതുക. എല്ലാവർക്കും നല്ല രീതിയിൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. സമയമുണ്ട് എങ്കിലും ഒന്ന് മുൻകൂട്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, ഇനി നമുക്ക് വളരെ സമയം കുറച്ചല്ലേ ഉള്ളൂ. നമുക്ക് എല്ലാം പെട്ടെന്ന് ക്ലാസ് എടുക്കാം. നിങ്ങൾക്ക് വേറെയും ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ക്ലാസ്സുകളും കാണുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ടൈം എടുക്കുന്നില്ല. നമ്മൾ പെട്ടെന്ന് ചോദ്യോത്തരം എന്നുള്ള രീതിയിലേക്ക് തന്നെ പോകാം. ഓക്കെ, ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ 13-ാം വയസ്സിൽ പോരാടി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട നാഗാലാൻഡ് ബാലിക ആരാണ്? എന്താണ് ചോദ്യം? ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ 13-ാം വയസ്സിൽ പോരാടി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട നാഗാലാൻഡ് ബാലിക ആരാണ്? റാണി ഗൈഡിലു, റാണി അംബിക, റാണി മെയ്ത് ജഗോയ്, അതുപോലെ തന്നെ റാണി റോങ്മെയ്. ആരാണ്? ഓക്കൂ, എഴുതിക്കോളൂ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് തന്നെ ഉത്തരം പറഞ്ഞു പോലെ, അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ക്ലാസ് അവസാനിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു മോക്ക് ടെസ്റ്റായിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എപ്പോഴും ചെയ്യുന്നത് നമ്മൾ സമയം അതിനനുസരിച്ച് നമുക്ക് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ സമയം വളരെ കുറവല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ തന്നെ പെട്ടെന്ന് ഇവിടുന്ന് തന്നെ ആൻസർ പറഞ്ഞു പോകാം. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം എന്ന് പറയുന്ന ആരാണ്? നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും, ഈ പേരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റാണി ഗൈഡിൻലു ആണല്ലേ, റാണി ഗൈഡിൻലു. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇനി 2 നോക്കുക. സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? 1923 രൂപീകൃതമായ സ്വരാജ് പാർട്ടിയെ പറ്റി അല്ലേ, INC ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ സ്വരാജ് പാർട്ടിയെക്കുറിച്ചും പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? CR ദാസ്, മോത്തിലാൽ നെഹ്റു, ലാലാ ലജ്പത് റായ്, C രാജഗോപാൽ ആചാരി. ആരാണ് സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി? 2 പേര്, നിങ്ങൾ സ്വരാജ് പാർട്ടി എന്ന് പറയുമ്പോൾ 2 പേരുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അതിൽ നമുക്ക് അറിയേണ്ടത് സെക്രട്ടറി ആരാണ് എന്നുള്ളതാണ്. ആരാണ്? എഴുതിയല്ലോ അല്ലേ, ഓപ്ഷൻ ബി മോത്തിലാൽ നെഹ്റു അല്ലേ, നെഹ്റുവിൻ്റെ പിതാവ് മോത്തിലാൽ നെഹ്റു. ഓക്കെ, മോത്തിലാൽ നെഹ്റു ആണ് ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ഇവർ 2 CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടി ചേർന്നിട്ടാണല്ലോ സ്വരാജ് പാർട്ടി രൂപീകൃതമാക്കിയത് അല്ലേ, അതൊക്കെ അറിയാലോ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി, രണ്ടാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത 3, താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പഴശ്ശി കലാപത്തിൻ്റെ 1-ാം ഘട്ടം നടന്നത് 1795 മുതൽ 1800 വരെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അടുത്തത്, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു 1-ാം പഴശ്ശി കലാപത്തിൻ്റെ പ്രാഥമിക കാരണം എന്ന് പറയുന്നുണ്ട്. അടുത്തത് 3, കുറിച്യ കലാപം ഒരു ഗോത്ര കലാപമായിരുന്നെങ്കിലും കൊളോണിയൽ ചൂഷണത്തിൻ്റെ ദുരിതമനുഭവിച്ച സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനെ പിന്തുണച്ചു എന്ന് പറയുന്നുണ്ട്. 4-മതായിട്ട് രാമൻ നമ്പി ആയിരുന്നു കുറിച്യ കലാപകാരികളുടെ നേതാവ്. ഈ ഒരു പ്രസ്താവന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റായിട്ട് എളുപ്പം കിട്ടുന്ന ഒരെണ്ണം ഉണ്ടാവും. ഒരു പ്രസ്താവന ഇത് തെറ്റാണെന്ന് 100% ഉറപ്പിക്കാവുന്ന ഒരു പ്രസ്താവന ഉണ്ടാവും അല്ലേ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു തെറ്റ് കണ്ടെത്താൻ പറ്റുമോ? അത് 100% ഉറപ്പാണ് അല്ലേ. 2 പഴശ്ശി വിപ്ലവം നടന്നിട്ടുണ്ട്. 1-ാം പഴശ്ശി വിപ്ലവം, 2-ാം പഴശ്ശി വിപ്ലവം, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല. ഓക്കെ, ഇവിടെ പഴശ്ശി കലാപത്തിൻ്റെ 1-ാം ഘട്ടം 1795 to 1800 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് അത് തെറ്റാണെന്ന് അറിയില്ല. വർഷം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. അപ്പോൾ ഈ ഒരു പ്രസ്താവന തെറ്റാണ്. പിന്നെ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു 1-ാം പഴശ്ശി കലാപത്തിൻ്റെ പ്രാഥമിക കാരണം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലേ. അതുപോലെ തന്നെ കുറിച്യ കലാപം ഒരു ഗോത്ര കലാപമായിരുന്നെങ്കിലും കൊളോണിയൽ ചൂഷണത്തിൻ്റെ ദുരിതം അനുഭവിച്ച സമൂഹത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനെ പിന്തുണച്ചു എന്ന് പറയുന്നുണ്ട്. അത് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത് രാമൻ നമ്പി ആയിരുന്നല്ലോ ഇതിൻ്റെ കുറിച്യ കലാപകാരികളുടെ നേതാവെന്ന് പറയുന്നത്. അപ്പം ഇത് ശരിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് 1 തെറ്റാണ് അല്ലേ, 1 തെറ്റാണ്. അപ്പോൾ ഇത് വരില്ല, ഇവയെല്ലാം എന്നുള്ളത് വരില്ല. ഇനി ഇത് 2 നമുക്ക് വരുന്നത്. അതിനകത്ത് നമുക്ക് 3 ശരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ 3-ാമത്തെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഏത്? 2, 3, 4 എന്നിവ ശരി. ഓക്കെ, 2, 3, 4 എന്നിവ ശരി. ഇതൊക്കെ ഡയറക്റ്റ് നിങ്ങൾ പഠിച്ച് പോകുന്ന കാര്യങ്ങൾ. ഇതൊക്കെ ഇവിടെ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ, ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. നോക്കുക, ഇവിടെ 1, 2, 3, 4 എന്ന് പറയുന്നുണ്ട്. മാറുമറയ്ക്കൽ, മന്നത്ത് പത്മനാഭൻ, AG വേലായുധൻ, അതുപോലെ തന്നെ ശ്രീ ചിത്തിര തിരുനാൾ. ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ നോക്കൂ, A കാണാം നിങ്ങൾക്ക്, B, C, D. ഓക്കെ, അത് കുറച്ച് അങ്ങോട്ടേക്ക് പോകേണ്ടതായിരുന്നു, കുഴപ്പമില്ല, നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി. A സവർണ ജാഥ, പാലിയം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, ചാന്നാർ ലഹള. അപ്പോൾ ഇപ്പുറമുള്ളതിനെ ഇപ്പുറത്തേക്ക് ഒന്ന് കണക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, കാരണം നമ്മൾ ഇവിടെ തന്നെ ഉത്തരം പറഞ്ഞു പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അത് കണക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഉത്തരം ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നമ്മൾ ഉത്തരത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. നോക്കാം, മാറുമറയ്ക്കൽ അല്ലേ, മാറുമറയ്ക്കൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? അതുമായി ബന്ധപ്പെട്ട ഒരു ഇത് എന്താണ്, സംഭവം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, അത് ചാന്നാർ ലഹളയാണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തേതിൻ്റെ ഉത്തരം നമുക്ക് D ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലേ. 1 D ആണെന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. നോക്കൂ, 1 D ആണെന്നുണ്ടെങ്കിൽ ആ 1 D വരുന്ന ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് ആദ്യം നോക്കിയാൽ പോരെ. 1 D വരുന്ന ഏതൊക്കെ ഉണ്ട്, ഇതാ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണേ ഉള്ളൂ അല്ലേ. D, ഓപ്ഷൻ D മാത്രമേ വരുന്നുള്ളൂ അല്ലേ. നോക്കുന്ന രണ്ടാമത്തെ നോക്കൂ, മന്നത്ത് പത്മനാഭൻ അല്ലേ. മന്നത്ത് പത്മനാഭൻ എന്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്? നോക്കൂ, മന്നത്ത് പത്മനാഭൻ രണ്ടാമത്തത്, മന്നത്ത് പത്മനാഭൻ ഇതിലേതാണ്? ചാന്നാർ ലഹള നമ്മളിപ്പോൾ കഴിഞ്ഞു. ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം, അതുപോലെ തന്നെ സവർണ്ണജാത അല്ലേ. നമുക്കറിയാം സവർണ്ണജാതിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ രണ്ടാമത്തത് A നോക്കൂ, ഇവിടെ വന്നില്ല, രണ്ടാമത്തത് A. ഇനി 3 നോക്കൂ, AG വേലായുധൻ, അതുപോലെ ശ്രീ ചിത്തിര തിരുനാൾ. ശ്രീ ചിത്തിര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം നമുക്കറിയാം. AG വേലായുധനാണെന്നുണ്ടെങ്കിൽ പാലിയം സത്യാഗ്രഹം. അപ്പോൾ മൂന്നാമത്തേത് എന്താണ്? B ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. മൂന്നാമത്തത് B ആയിട്ടും, അതുപോലെ തന്നെ 4 ശ്രീ ചിത്തിര തിരുനാൾ എന്നുള്ളത് C ആയിട്ട് കണക്ട് ചെയ്യാം. നാലാമത്തത് C ആയിട്ട് കണക്ട് ചെയ്യാം. നോക്കൂ, അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മാറുമറയ്ക്കൽ എന്തുമായി ബന്ധപ്പെട്ട്? ചാന്നാർ ലഹള. മന്നത്ത് പത്മനാഭൻ സവർണ ജാതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. AG വേലായുധൻ പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്രീ ചിത്തിര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം. കിട്ടിയില്ലേ? 4 എണ്ണം കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് ഏതാണ്? ഓപ്ഷൻ D ആണ് ഇവിടുത്തെ തിരഞ്ഞെടുക്കാൻ പറ്റിയ ഉത്തരം. ഓപ്ഷൻ D എഴുതിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തത് നോക്കൂ, 5. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? വളരെ നല്ലൊരു ചോദ്യം അല്ലേ. എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിജിയും അരാജകത്വവും, നോക്കുക, ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? C കേശവൻ, P കൃഷ്ണപിള്ള, C ശങ്കരൻ നായർ, AK ഗോപാലൻ. ആരാണ്? എഴുതിക്കോളൂ, എന്തായാലും നിങ്ങൾ എഴുതിക്കോളൂ, എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ നോക്കുക, C ശങ്കരൻ നായർ. ഓപ്ഷൻ C ആണ് ഇവിടെ എന്ത്? ഗാന്ധിജിയും അരാജകത്വവും എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ C ശങ്കരൻ നായരാണ്. ഓക്കെ അല്ലേ. അടുത്ത് നോക്കുക, 6. ബന്ധം മനസ്സിലാക്കി പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ബന്ധം മനസ്സിലാക്കി പൂരിപ്പിക്കുക. നോക്കുക, മൗലിക കടമകൾ, അതുപോലെ തന്നെ അവശിഷ്ടാധികാരം എന്ന് പറഞ്ഞ 2 തന്നിട്ടുണ്ട്. നമുക്ക് മനസ്സിലായി ഭരണഘടനയുടെ ഭാഗത്തു നിന്നുള്ളതാണെന്ന് മനസ്സിലായി. ഇനി നോക്കുക, ഈ മൗലിക കടമകൾ റഷ്യ എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, മറ്റേ ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ എന്താണ് കടമെടുത്ത്, നമ്മുടെ ഭരണഘടന കടമെടുത്തിട്ടുണ്ടല്ലോ, ആമുഖം, അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ രാജ്യത്ത് നിന്ന് കടമെടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ നമ്മുടെ മൗലിക കടമകളെ പറ്റിയിട്ടും അവശിഷ്ടാധികാരത്തെ പറ്റിയിട്ടാണ്. അതിനകത്ത് മൗലിക കടമകൾ റഷ്യയിൽ നിന്ന് കടമെടുത്തതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവശിഷ്ടാധികാരം എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. കാനഡ, അയർലാൻഡ്, USA, ബ്രിട്ടൻ. എവിടെ നിന്നാണ് അവശിഷ്ടാധികാരം? കാനഡയല്ലേ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ A കാനഡയാണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത 7ാമത്തെ നോക്കുക, പ്രസ്താവനകൾ നിരീക്ഷിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. പ്രസ്താവനകൾ നിരീക്ഷിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. നോക്കുക, ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. നമ്മുടെ എക്കണോമിക്സിൽ ബാങ്കിങ് എന്നുള്ള ഒരൊറ്റ ടോപ്പിക്ക് നമുക്ക് പറയുന്നുള്ളൂ എക്കണോമിക്സിൻ്റെ കാര്യത്തിൽ അല്ലേ. എങ്കിലും നമ്മൾ മറ്റു കാര്യങ്ങൾ പഠിക്കുന്നെങ്കിലും ബാങ്ക് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ബാങ്കുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, ബാങ്കിങ് ഉപകരണങ്ങളുടെയോ ഉദ്യോഗസ്ഥരുടെയോ സഹായമില്ലാതെ നെറ്റ് ബാങ്കിങ്ങിലൂടെ ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന നൂതന രീതിയാണ് ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയുന്നുണ്ട്. പ്രസ്താവന പരിശോധിക്കാൻ ശരിയായ പ്രസ്താവനകളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അടുത്ത 2, എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിങ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാക്കുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു സൗകര്യമാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനിതിൻ്റെ ഓപ്ഷൻ ഒന്ന് വായിക്കാൻ, ചിലപ്പോൾ നിങ്ങൾക്ക് താഴത്തെ ഓപ്ഷൻ കാണണമെന്നില്ല. 1 മാത്രം ഓപ്ഷൻ A, ഓപ്ഷൻ B 2 മാത്രം ശരി എന്നുള്ള അർത്ഥത്തിലാണ്. ഇനി ഓപ്ഷൻ C 1ഉം 2ഉം ശരിയാണെന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ D 1ഉം 2ഉം തെറ്റാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതാണെന്നുള്ളത് തിരഞ്ഞെടുക്കുക. 1 മാത്രമാണോ ശരി, 2 മാത്രമാണോ ശരി, 1ഉം 2ഉം ശരിയാണോ, 1ഉം 2ഉം തെറ്റാണോ എന്നുള്ളത് നോക്കുക. എഴുതിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നോക്കുക, ബാങ്കിങ് ഉപകരണങ്ങളുടെയോ ഉദ്യോഗസ്ഥരുടെയോ സഹായമില്ലാതെ നെറ്റ് ബാങ്കിങ്ങിലൂടെ
ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന നൂതന രീതിയാണ് ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയുന്നത്. ശരിയാണ്, അത് ആ ഒരു പ്രസ്താവന ശരിയാണ്, മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ എന്താണ് കോർ ബാങ്കിങ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിങ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാക്കുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു സൗകര്യമാണ് കോർ ബാങ്കിങ്. അത് നിങ്ങൾക്ക് അറിയാം അല്ലേ, കോർ ബാങ്കിങ്. അപ്പോൾ അതും ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം ശരിയാണെന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ അല്ലേ, റെഡി അല്ലേ? ഓക്കെ, ഡീൽ. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. അടുത്തത് 8. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചത് എപ്പോഴാണ്? ഇതൊരു കറണ്ട് അഫയർ രൂപത്തിലൊക്കെ ചോദിക്കാവുന്ന ചോദ്യമാണ്. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായിട്ടുള്ള ആദിത്യ L1 വിക്ഷേപിച്ചത് എപ്പോഴാണ്? 2023 ഓഗസ്റ്റ് 23-നാണോ, 2023 സെപ്റ്റംബർ 2-നാണോ, 2023 ഓഗസ്റ്റ് 10-നാണോ, 2023 സെപ്റ്റംബർ 24-നാണോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ബഹിരാകാശവുമായി ബന്ധപ്പെട്ടിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ISROയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സിലബസിനകത്ത് അത് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ 2023 സെപ്റ്റംബർ 2-നാണ് വിക്ഷേപിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 2023 സെപ്റ്റംബർ 2-നാണ് ആദിത്യ L1 കേട്ടോ. ആദിത്യ L1 എന്താണ് ഈ ആദിത്യ L1 എന്ന് കൂടി പഠിച്ചു വെക്കുക. ആദ്യ സൗരദൗത്യം, ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യം. ഓക്കെ അല്ലേ? അടുത്ത 9. ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് അനുമതി ലഭിച്ച ഏക ബാങ്ക് ഏതാണ്? ഇത് കറണ്ട് അഫയർ പോലെയുള്ള ചോദ്യം തന്നെയാണ്. ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് അനുമതി ലഭിച്ച ഏക ബാങ്ക്. ഈ എക്കണോമിക്സിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് കറണ്ട് അഫയർ എന്ന് പറഞ്ഞ് തരുമ്പോൾ അത് എന്ത് കറണ്ട് അഫയർ ചോദിക്കുന്നില്ലേ? ഇങ്ങനെ ബാങ്കുകൾ റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയർ ചോദിക്കാം അല്ലേ? അങ്ങനെയൊക്കെ കറണ്ട് അഫയറുകൾ വരും. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് അനുമതി ലഭിച്ച ബാങ്ക് ഏതാണ്? നോക്കുക, SIB ആണോ, കാനറ ബാങ്ക് ആണോ, SBI ആണോ? ഇവയൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. ഏതാണ്? SIB എന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, പിന്നെ കാനറ ബാങ്ക്, പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇവയിൽ ഏതാണ്? അല്ലെങ്കിൽ ഇവയൊന്നും അല്ലെങ്കിൽ ഇവയൊന്നുമല്ല. 3 തന്നിട്ടുണ്ട്, ഇവയൊന്നുമല്ല എന്നുണ്ട്. ഏതാണെന്നുള്ളത് എഴുതുക. നമ്മുടെ ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമുക്ക് അറിയാം, പെട്ടെന്ന് തന്നെ കിട്ടില്ലേ? കാനറയിലേക്കൊന്നും പോയിട്ടുണ്ടാവില്ലല്ലോ നിങ്ങൾ ഉത്തരം. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഉത്തരം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ലാസ്റ്റ് 10ാമത്തെ ചോദ്യം. ഇതെന്താണ്? ഇതും ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1, 2, 3, 4 എന്ന് പറയുന്ന 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ABCD ഇവിടെയും ജസ്റ്റ് ഒന്ന് അടുത്ത് നിൽക്കുന്നതേ ഉള്ളൂ. A, ഇത് B, ഇത് C, അതുപോലെ തന്നെ ഇവിടെ D ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ 4 കാര്യങ്ങളുണ്ട്. അപ്പോൾ 1, 2, 3 ABCD ആയിട്ടൊന്ന് ജോയിൻ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അതിനകത്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ അവസര സമത്വം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അവസര സമത്വം. ഈ അവസര സമത്വം അനുച്ഛേദങ്ങളാണ് ഭരണഘടനയുടെ ഭാഗത്ത്. അവസര സമത്വം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബഹുമതികൾ ഒഴിവാക്കൽ ഏതാണ് അനുച്ഛേദം? ഐത്ത നിർവാചനം ഏതാണ് അനുച്ഛേദം? വിവേചനത്തിൽ നിന്നും സംരക്ഷണം ഏതാണ് എന്നുള്ളത് നോക്കുക. അപ്പോൾ ആദ്യത്തെ തന്നെ അല്ലെ, ഒന്നാമത്തെ ഏതാണെന്ന് നോക്കുകയാണ്. നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തോളൂ, എന്നിട്ട് എഴുതിക്കോളൂ. എന്നിട്ട് ഞാൻ ഉത്തരം പറയുമ്പോൾ അതിലേക്ക് നിങ്ങൾ പോസ് ചെയ്ത് മാറ്റിയാൽ മതി. ഓക്കെ, പ്ലേ ചെയ്താൽ മതി. അവസര സമത്വം അല്ലേ? നോക്കും, അവസര സമത്വം നമുക്കറിയാം, എല്ലാവരും പഠിച്ചിട്ടുണ്ടാകും, പല കോഡിലൂടെ പഠിച്ചിട്ടുണ്ടാകും. ആ കോഡൊന്നും ഞാൻ എന്തായാലും ഇവിടെ പറയുന്നില്ല. അവസര സമത്വം അനുച്ഛേദം 16 നമുക്കറിയാം. അനുച്ഛേദം 16 ബിയിലാണ് കിടപ്പുള്ളത്. ബി ഇവിടെ നമ്മൾ എഴുതി. അപ്പോൾ 1 ബി വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കുക. ഇതിനകത്ത് 1 ബി ഇല്ല, അപ്പോൾ അത് തെറ്റാണ്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയുണ്ട്, അതുപോലെ ഇവിടെ ഇല്ല, ഇതും തെറ്റാണ്. പിന്നെ ഇവിടെയുണ്ട്. അപ്പോൾ ബിയോ ഡിയോ ആയിരിക്കാനാണ് സാധ്യത. ഇത് പറഞ്ഞിരുന്നത് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ടാണ്. നമ്മൾ ആദ്യം ഒരൊറ്റ ഓപ്ഷനിലെ ബി ഉള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് നോക്കണ്ട, സമയം കളയണ്ട എന്നുള്ളത് കൊണ്ടാണ്. ഇത് നമുക്ക് ഉറപ്പാണ്. എന്താണ്? അവസര സമത്വം അനുച്ഛേദം 16 ഉറപ്പാണ്. അത് ഒരൊറ്റ ഓപ്ഷനിലെ 1 ബി കാണുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ബാക്കിയുള്ളതിലേക്ക് നിങ്ങൾ തപ്പി നിന്ന് നിങ്ങളുടെ സമയം കളയണ്ട. അതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ പറഞ്ഞു തരുന്നത്, ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അല്ലാതെ എനിക്ക് ഡയറക്റ്റായിട്ട് എഴുതിയിട്ട് പോകാൻ സാധിക്കും. പക്ഷേ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഓക്കെ, പരീക്ഷയ്ക്ക് പോയിട്ട് നിങ്ങൾക്ക് ടെൻഷൻ ആവാതിരിക്കാറ്. ചെറുതായിട്ട് ശബ്ദത്തിനൊരു പ്രശ്നമുണ്ട്, ഒന്ന് സഹകരിക്കുക. ഓക്കെ, അപ്പോൾ ബഹുമതികൾ ഒഴിവാക്കൽ രണ്ടാമത്തേത് ഏതാണ്? ബഹുമതികൾ ഒഴിവാക്കൽ. അത് ഏതാണ് ബഹുമതികൾ ഒഴിവാക്കൽ? അനുച്ഛേദം 18 അല്ലേ? ബഹുമതികൾ ഒഴിവാക്കൽ. അപ്പോൾ രണ്ടാമത്തതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ? അനുച്ഛേദം 18 അല്ലേ? അപ്പോൾ 2 നമുക്ക് ഡി ആയിട്ട് എഴുതാം. നമുക്ക് 2 ഡി എഴുതി കഴിഞ്ഞാൽ ഇവിടെയും 2 ഡി തന്നെയാണ്, ഇവിടെയും 2 ഡി തന്നെയാണ് അല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് വീണ്ടും ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഐത്ത നിർമ്മാചനം അല്ലേ? ഐത്ത നിർമ്മാചനം എന്ന് പറയുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 17 അല്ലേ? അത് കറക്റ്റായിട്ട് 3C എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ?
3C. 3C എന്ന് പറയുന്ന ഏതാണുള്ളത്? യെസ്, ഇവിടെ 3C, ഇവിടെ 3A ആണ്. ഡയറക്റ്റ് വെട്ടി നമ്മൾ പിന്നെ 4-ാമത്തേലേക്ക് പോകണ്ട, നമുക്ക് ഡയറക്റ്റ് ഉത്തരം എഴുതി പോകാം. ഓപ്ഷൻ ഡി ആണെന്ന് പോകാം. എങ്കിലും നോക്കുക, വിവേചനത്തിൽ നിന്നും സംരക്ഷണം ഏതാണ്? ആർട്ടിക്കിൾ 15. 4-ാമത്തേത് എ ആണ്. ഓക്കെ, വിവേചനത്തിൽ നിന്നും. അപ്പോൾ നമുക്ക് കിട്ടി. ഒന്നെന്താണ്? അവസര സമത്വം അനുച്ഛേദം 16 പഠിച്ചു വെക്കുക. ബഹുമതികൾ ഒഴിവാക്കൽ അനുച്ഛേദം 18. അതീത്ത നിർമ്മാർജ്ജനം അനുച്ഛേദം 17. വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം അനുച്ഛേദം 15 എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമൊക്കെ. അപ്പോൾ 10 ചോദ്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. 10 എണ്ണത്തിന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു മോക്ക് ടെസ്റ്റോ മോഡൽ എക്സാമോ ഒക്കെ ആയിട്ടായി നമുക്ക് കാണാം. താങ്ക് യു.